മലപ്പുറം പൊന്നാനിയിൽ ഫിഷറീസ് കോംപ്ലക്സിനായുള്ള സാങ്കേതിക അനുമതി നീളുന്നു. 4 കോടി രൂപ ചെലവുള്ള പദ്ധതിയുടെ സ്ഥലമാണ് കാടുമൂടി നശിക്കുന്നത്. ഫിഷറീസ് ഓഫീസുകളെയെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഫിഷറീസ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പി നന്ദകുമാർ MLA യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയും ഫിഷറീസ് വകുപ്പിന്റെ 3 കോടി രൂപയും ചെലവഴിച്ച് 4 കോടി രൂപ ചെലവിലാണ് കോംപ്ലക്സ് നിർമ്മിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഭരണാനുമതി ലഭിച്ചിട്ടും പദ്ധതിക്കായുള്ള സാങ്കേതികാനുമതി നീളുന്നതിനാൽ സ്ഥലം കാടുമൂടി നശിക്കുന്നുവെന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. 1 കോടി രൂപ പാസ്സായെന്ന് പറഞ്ഞിട്ട് 5 കൊല്ലമായി. പൈസ പാസ്സാണ് നിങ്ങൾ വന്നിട്ട് ഫിഷറീസ് ഓഫീസ് എന്ത് വേണമെങ്കിൽ ചെയ്തോളി. ഈ നാട്ടുകാരെ തടസ്സം നിൽക്കണ്ടല്ലോ. ഇതൊന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, ഇതിൽ നടന്നു പോക്കാൻ വേണ്ടേ? ഇതിൻ്റെ ഉള്ളിൽ കുറുക്കനും നായും പാവമായിട്ട് ഇത് കണ്ടിട്ട് കിടക്കണം നോക്കാം. ഇപ്പം ഞങ്ങൾ ആരോട് പറയണം, പറഞ്ഞു മടിച്ച്. നേരത്തെ ഫിഷറീസ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കോടതി സമുച്ചയത്തിന്റെ കാലപ്പഴക്കം മൂലം നിലവിൽ വാടക കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്ന ഓഫീസും കൂടിയാണിത്. പ്രശ്നപരിഹാരത്തിന് അധികൃതർ ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.